ഇന്നലത്തെ കളി ഒരു ഒന്നൊന്നര കളിയാ. എന്ത് തള്ളാന്റെ ബിജോ ഈ തള്ളണേ? ഇന്റെ മോനെ ഇങ്ങളെ തള്ളക്കാട് നിർത്തിക്കാളി, ഇങ്ങളായാലും വലിയ തള്ളാതെ വരുന്ന. ഒന്നിപ്പോ അയാൾ എന്ത് തള്ളാനടാ വന്നിട്ട് തള്ള? അല്ലടാ എന്തെങ്കിലും കിട്ടിയോ? അതാ വക്കറ്റിറച്ചിണ്ട് പൊതിച്ചേക്ക്. എന്താണാടാ ഇന്നലെ ഞങ്ങൾക്കൊരു വലിയ ചെമ്പലീനെ കിട്ടി. അതൊരു 1.5 കിലോന്റെ ഇനി. 1.5 കിലോനോ? അതൊക്കെ ഒരു തൂക്കാണോ? എടാ അണക്കറിയോ, ഞാനേ കപ്പലിൽ പണിക്ക് പോയ സമയത്ത് ഞങ്ങളൊരു 10-100 പണിക്കാരുണ്ട്. ഞങ്ങൾ അവിടെ കിടന്നൊരു ചൂണ്ടെടുത്ത് ഞാൻ അന്ന് കറിക്ക് വാങ്ങിയ മത്തി അത് കോർത്തും കാണ്ട് കടലിലാണ്ടിട്ട്. അല്ല പീതാംബരേട്ടാ, നിങ്ങക്ക് ഇപ്പോഴും കറിയൊക്കെ അവിടെ മത്തിയാ? ആടാ മത്തിക്കറി തന്നെയാണ് എന്നും. അങ്ങനെയല്ല ഇത് ഈ ചൂണ്ടെടുത്ത് ഇടണേ. അങ്ങനെ ഞാൻ അയിമ്പിലിട്ട് കപ്പലിന്റെ എതെങ്കിലും കെട്ടി ഞങ്ങളെ പണിയെടുക്കുക. ഈ നോക്ക്, നല്ല ഞങ്ങൾ ഹൈറ്റിലാ പണിയെടുക്കണേ. അങ്ങനെ പണിയെടുക്കണ സമയത്ത് കപ്പൽ കിടന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ആടുക, അങ്ങോട്ടാടുക ഇങ്ങോട്ടാടുക, ആകെ പേടിയാവുക. അപ്പൊ കൂടെ ഉള്ളോ എന്നോട് ചോദിച്ചു, പീതാംബരേട്ടാ എന്തോ വലിയ അനർത്ഥം വരാൻ പോണ്ടെന്ന്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഇജി പേടിക്കണ്ട, ഇജി വമ്പിള് നേരത്തെ ചൂണ്ടിട്ടില്ലേനു, അതൊന്ന് പോയി നോക്കുക, ഇജി വാ ഇറങ്ങി പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പോയി ഞങ്ങള് പോയി ചൂണ്ടിട്ടതൊന്ന് പോയി നോക്കി. എന്താ സ്ഥിതി? ചൂണ്ടങ്ങനെ അങ്ങോട്ട് വലിക്കണ് ഇങ്ങോട്ട് വലിക്കണ്. ഈ വലിക്കനുസരിച്ച് കപ്പൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക കിടന്നിട്ട്. ഞാനേ വേഗം പോയി ചൂണ്ടന്റെ അടുത്ത് പോയിട്ട് നോക്കി, വലിച്ചിങ്ങോട്ട് എടുക്കാൻ കഴിയുമോ നോക്കാൻ വേണ്ടി ചൂണ്ടങ്ങനെ വലിക്കാൻ. ഇന്നെ കൊണ്ട് കൂട്ടിയാ കൂടല്ല, എന്താ ഭയങ്കര വലിയാടാ അത്. ഞാൻ എല്ലാരും കൂടി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടൂല, നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് കൂടിക്കോളി. അങ്ങനെ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്ന് ഞങ്ങളിങ്ങനെ വലിച്ചിങ്ങോട്ട് കേറ്റിങ്ങോട്ട് ഇട്ട്. എന്താ സ്ഥിതി? വലിയ ഏട്ടാടാ. അല്ല പീതാംബരേട്ടാ, ഈ കപ്പലാട്ടണ ഏട്ടയൊക്കെ ഉണ്ടോ? അടഞ്ഞ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോ അതിന്റെ ഇടയിൽ കൂടെ കുണാമ്പിച്ച ചോദ്യം ചോദിക്ക. അതൊക്കെ വേടി പീതാംബരേട്ടാ, ആ വലിയ ഏട്ട നിങ്ങൾ എന്താ ചെയ്തത്? അതോ, അത് ഞങ്ങൾ അവിടെ സൂപ്പർവൈസറും എഞ്ചിനീയർമാരും കുറച്ച് 4-5 ആൾക്കാരുണ്ട്. ഓൽക്ക് അതിന്റെ ഓരോ കഷ്ണായിട്ട് മുറിച്ചു കൊടുത്തു. പിന്നെ 1.5 മാസം ഇങ്ങോട്ട് നോക്കി എന്നിട്ടേ അതിന്റെ ബാക്കി 1.5 മാസം ഞങ്ങൾക്ക് അതിന്റെ ഒരു ഏട്ടക്കറി, ഏട്ട മുളകിട്ടത്, ഏട്ടച്ചാറ്, ഏട്ട പൊരിച്ചത്, അങ്ങനെ ഏട്ടന്റെ ഒരു തല്ലേനി. ഏട്ട സുഖം തന്നെ. എല്ലാം നിങ്ങൾ ഈ തോത് പോവാണ്, നിങ്ങൾ കാണാരേട്ടന്റെ മുകളിലെത്തുമല്ലോ. പണ്ടത്തെ മാതിരി തള്ളൊന്നും അങ്ങട്ട് ഏസല്ല.